നമുക്ക് തിരിച്ചു മാസിന്റെ വീട്ടിൽ കൂടി കയറിയാലോ? ഈ സിറ്റിയിൽ അശ്വിനോപ്പിയോട് സംസാരിക്കണമെങ്കിൽ തമിഴ് പഠിക്കണമെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ തമിഴ് ക്ലാസ്സിന് പോകണം. അശ്വിനോപ്പിന് ഇല്ല, അശ്വിനോപ്പിക്ക് പെർമനന്റ് ആണ് ഗൈസ്. നല്ലൊരു പയ്യനാണ്. നമ്മൾ അകത്തോട്ട് വരുന്നില്ല, നമ്മൾ വെളിയിലുണ്ടാവും. നിങ്ങളുടെ ആൾക്കാരെ ഒന്ന് വിളിച്ചിട്ട് വരുമോ? ഹലോ, പെർമനന്റ് അല്ല, 90 days. കട്ട് പണ്ണാതെ ഗ്യാങ്സിന്റെ ആ സൈഡിൽ നിന്ന് അവിടെ നിന്ന് മാറിയാടാ. ഇങ്ങോട്ട് ഇവിടേക്ക്. പിന്നെ അത് മതി, ഇനി അടുത്ത ഇഷ്യൂ ആവാം. കുറച്ച് വെള്ളിലോട്ട് ഇറങ്ങി റോഡിന് ഇപ്പുറത്തോട്ട് നിന്നു. സ്വിമ്മിംഗ് പൂളിൽ ഇരുന്ന് ഒരു സെക്കൻഡ് ഞാൻ ക്രോസ് ചേർന്നിട്ടോട്ടെ. എനിക്കൊരു വിശ്വാസമില്ല, ഇത് അടി പൊട്ടത്തില്ല എന്നുള്ളൊരു വിശ്വാസമില്ല. കാരണം സംസാരിക്കാൻ പോണത് കീരിയാണ്. പക്ഷെ ഇത് ട്രിഗർ ആക്കണത് ഞാനായിരിക്കും. അതുകൊണ്ട് പക്ഷെ ഞാനിപ്പോ ഭയങ്കര ഇതാണ് കേട്ടോ. എനിക്ക് പക്ഷെ കീരിക്ക് വിഷമായിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചേ. കീരിക്ക് അങ്ങനെ വിഷമായിട്ടാണ് സംസാരിച്ചേ. ഞാൻ കൂളായിട്ട് ബിഹേവ് ചെയ്യാൻ പോണേ, കൂളാവാണേ. സീരിയസ് ആയിട്ട് ഞാൻ കൂളാകാൻ പോണേ. ഞാൻ കൂളായിട്ട് സംസാരിക്കാൻ പോണേ. ഇനിയില്ല. എന്റെ മിസ്റ്റേക്കാണത്. ഫ്ലാച്ചി വിടണ്ടാവ്. ബ്രോ, നിങ്ങളെ ഗ്യാങ്സിന്റെ ടെറിട്ടറിയിൽ നിന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് മാറിയിരിക്കണം. നമുക്ക് ഇവിടോട്ട് നിൽക്കാം. പിന്നെ അത് ഇവിടെ സിറ്റിയിലത്തെ റൂൾസ് അങ്ങനെയാണ്. എല്ലാവർക്കും സുഖല്ലേ? കുറയുന്നു. അവനെവിടെ? ഇല്ല, മാത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കേറിയാൻ ഇത്രയൊക്കെ ആകുമ്പോ കേറൂലേ, കേറാൻ പറ്റാത്തോണ്ടാ. ഇത് ഇതിന്റെ പ്രശ്നമാണ്, കേറാൻ പറ്റാത്ത പ്രശ്നമാണ്. അതാ വേറെ പ്രശ്നം. അതുകൊണ്ടാ. ഓ, അങ്ങനെ പറഞ്ഞപ്പോ നമ്മളത് വെറ്റി നിക്കത്തില്ലായിരുന്നല്ലോ അതിന് വേണ്ടിട്ട്. അവൻ നോക്കണ്ട് കേറാനായിട്ട്. അവൻ സോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ വെച്ചാൽ ആ രീതിയിൽ തീർക്കാന്നുള്ളതാണ്. അല്ല, ഞാൻ അടിച്ച കൊണയില് വീണ്ടായിരുന്നല്ലോ അതില്. ഇവൻ സോറി പറഞ്ഞാൽ മതി. കല്ല് മൊത്തം വരുവാണെങ്കിൽ നമുക്ക് അപ്പൊ അവനായിട്ട് സംസാരിക്കാം. സോറി പറയാം. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോടാ. നമുക്ക് വേറെ നമുക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ അവൻ എന്താ നിന്റെ അടുത്ത് മോശമായിട്ട് പറഞ്ഞത് അറിയാൻ വേണ്ടി ഞാൻ താഴേക്ക് പോന്നു കഴിഞ്ഞപ്പോ അത്രയും വൾഗറായിട്ട് പറഞ്ഞു. അത്രയും സംസാരിക്കാനായിട്ട് ഒരു വെങ്കൊച്ചവിടെ നമ്മുടെ ഗ്യാങ് ഹൗസിൽ മിസ്റ്റർ വാസു അങ്ങനെ വിളിക്കാലോ, അതല്ലേ നല്ലത്. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നിങ്ങളുടെ ഫാമിലിയുടെ അതിന്റെ മേളിൽ തന്നെയാണ് നമ്മൾ ഇന്ന് വർത്താനൊക്കെ പറഞ്ഞത്. കീരിയും ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, മാത്തനുണ്ടായിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്താണ് അവരുടെ വീട്. നമ്മള് അതായത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ സംസാരിച്ചപ്പോ അതായത് വിളിച്ച വിളിപ്പുറത്തുള്ളതാണ് അവരുടെ വീട്. ആൾക്കാര് വേറെ ഷട്ടിൽ തൊളയടിപ്പിച്ചു വിടുന്നു. അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ അതിലത്തൊന്നും ഒരു നിങ്ങളെ ഒരു കാര്യത്തിലും കളിയാക്കാൻ അങ്ങനെ ഇടും. നമ്മൾ അങ്ങനെ പറഞ്ഞ ഡയലോഗ് ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു. ആ ഡയലോഗാണ് ഒഫൻസീവ് ആയിട്ട് ഫീൽ ചെയ്തത്. അല്ല, നമ്മുടെ ഗ്യാങ്ങിൽ പെണ്ണ് കയറത്തില്ല, അപ്പൊ എന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ അതെന്തുവാണ്? നമ്മുടെ ഗ്യാങ്ങിൽ പെണ്ണ് കയറുമില്ല എന്നുള്ളത് നമ്മളീ സിറ്റിയില് വരുമ്പോ പറയണ സിറ്റിയില് പറയുമ്പോ എന്താണ് അവിടെ ആ ഫാമിലി അല്ല, അത് അവൻ ഈഗോ അടിച്ചിട്ട് തിരിച്ച് സംസാരിക്കാൻ പറ്റാതാകുമ്പോ ഇതാണ് വിളിച്ചു പറയുന്നത്.
അല്ല ഒരു കാര്യം പറയട്ടെ, ഒരു പെങ്കൊച്ചിനെ ഞങ്ങൾ അറിഞ്ഞ എന്താണ്, ഞാൻ ചോദിച്ചപ്പോ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അപ്പൊ നമ്മളൊക്കെ നീയും ഞങ്ങളും ഒരേപോലെ അപ്രോച്ച് ചെയ്യാണ്, ഒരു കോമ്പറ്റീഷൻ പോലെ. അപ്പൊ നമ്മുടെ കഴിവ് പറയുന്നത് പറയട്ടെ, ഞങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത് നിനക്കല്ലാത്തത് പോലെ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഒരു കമ്പാരിസൺ ഒക്കെ ഒരു കളിയാക്കിയുള്ള രീതിയിലാണ് എടുത്തത്. അതിന് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ആണെന്നുണ്ടെങ്കിൽ സോറി പറയാം. പിന്നെ നേരത്തെ സംസാരിച്ച സമയത്ത് കല്ല് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് കല്ല് മാത്രം പറയുന്നുണ്ടായിരുന്നല്ലോ. എന്താ പറഞ്ഞേ? അവൻ പുറകെ വരുമായിരുന്നോ എന്തൊക്കെയോ, ഞാൻ വണ്ടി എടുത്തു പോയപ്പോ. നിങ്ങളുടെ അവിടെ രണ്ടാമത് ഒന്ന് സംസാരിച്ച് ഞാനായിരുന്നില്ലേ, മറ്റേ നിർത്താതെ നീയായിരുന്നു. അതെനിക്ക് ഓർമ്മ. അത് ഞാൻ തന്നെ. പേര് ചോദിച്ചപ്പോഴാണ് നീ പറഞ്ഞിട്ട് പോയത്. എന്റെ പേര് ഞാൻ പറഞ്ഞപ്പോ എന്റെ പേര് എന്തായാലും നീ ഓർത്തിരിക്കില്ല, കാരണം ഈ പേര് നേരെ ആരും ഓർക്കണോ? ഞാൻ എന്റെ പേര് നീ ഓർത്തിരിക്കുമെന്ന് പറഞ്ഞപ്പോ നീ എന്ത് പറഞ്ഞു? ഞാൻ ഓർമ്മയിൽ ജീവിക്കാറില്ല. ഞാൻ ഈ വളവ് കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു അലിവുണ്ടല്ലോ. ഇതിപ്പോ നമ്മൾക്ക് സംസാരിക്കാനുള്ള അണ്ണൻ ഇവിടെ ഇല്ല. നമുക്ക് സംസാരിക്കാം, വന്നിട്ട് സംസാരിക്കാം. അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. കാരണം വന്നിട്ട് സംസാരിക്കാം. എന്നാലും നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഉള്ളതിന് ചെയ്യാനും മാത്രം പോട്ടന്മാരല്ലോ നമ്മള്. കുറച്ചൊക്കെ നമുക്കും ഒരു മര്യാദയില്ലേ? ആൾക്കാരെ പോലെ നമ്മൾ അങ്ങനെ പറയണം. ബാക്കി എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ പറയാം ബ്രോ. മെയിൻ ആയിട്ട് ഇവിടെ വന്ന എന്തിനാണെന്ന് പറഞ്ഞുതരാം. മനസ്സിലായി? ഞങ്ങളിപ്പോ സിറ്റിയില് ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് പേരൊക്കെ പോയായിരുന്നു. അപ്പൊ നമ്മള് കുറച്ച് ആൾക്കാരൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പൊ കുറഞ്ഞ് ഇരിക്കണ സമയമാണ്. അപ്പൊ ചില അമ്മമാർക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരത്തില്ല, വേണ്ടാൻ വരത്തില്ലെന്ന്. അപ്പം ഞാനൊരു ലീഡർ എന്നുള്ള രീതിയിൽ എൻ്റെ കൂട്ടത്തിൽ ഒരുത്തം വിഷമിച്ച് നിൽക്കുമ്പോൾ ഒബ്വിയസ്ലി എനിക്കിത് വന്ന് ചോദിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഫാമിലി മൊത്തത്തിലായിട്ട് ഇവിടെ വന്നത്. അവനൊരു തോന്നൽ വരണ്ടേ, അവനെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചാലും നമ്മൾ ഇത്ര പേര് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ വരണ്ടേ. ആ തോന്നലില്ലെങ്കിൽ പിന്നെ ഗ്യാങ്ങായിട്ട് അതാണ് ഞങ്ങൾ പറയണേ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു സമയത്ത് നിൽക്കുന്ന സമയം ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ നേരിട്ട് വന്ന് ചോദിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കിപ്പോ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഫാമിലി ആയിട്ട് ബ്രോ ഇപ്പൊ ഇത്രയും ഇതാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ചതിന്റെ ഒരു മറുപടി ഞാൻ പറയുക. മനസ്സിലായി. ഞങ്ങൾക്ക് ഇതേപോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളും ഇരുന്നിട്ടുണ്ട്, ഒരു പേരൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെയും പൊളിച്ചു പണിതിട്ടുണ്ട്. അതൊക്കെ വിട്. നമ്മള് ഇപ്പൊ എന്റെ ഈ ബാക്കിലിരിക്കുന്ന പിള്ളേര്, ഞാനിവിടെ പുതിയതാ, അപ്പൊ ഈ നിൽക്കുന്ന പിള്ളേര് ഇതിനു മുമ്പുള്ള കഷ്ടപ്പാട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിവിടെ തന്നെ ചെയ്ത് അത്യാവശ്യം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പൈസ ഞങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ഫാമിലിനെ കരിവാരി തിരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മൊത്തം കളിയാക്കിയിട്ടല്ലോ. ആൾക്കാര് തമ്മിലിപ്പോ ഓരോരുത്തരെ ഇത് വെച്ച് നോക്കുമ്പോ പറയണ്ടെങ്കിൽ അതുണ്ട് ഇതുണ്ട്, ഇപ്പൊ എന്നെ പൊട്ടത്തല വെച്ച് മുടിയില്ലാതൊക്കെ പറഞ്ഞു ഓരോരുത്തരെ ഓരോ കളിയാക്കി വിടും. എന്നും വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കുടുംബത്തേക്ക് വെച്ച് കളിയാക്കി കൊണ്ട് അണ്ണാവണ്ടികളെയൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ ആ റേഞ്ചിലുള്ള ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ആൾക്കാരുടെ രീതിയിലോ അല്ല നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ തറവാടിന്റെ രീതി അങ്ങനെയല്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇനി മറക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ ഓർത്ത് വെച്ചോണ്ടിരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്ര മോശമായിരിക്കും. ഇതൊക്കെയാണോ ഓർത്ത് വെക്കണേന്ന് ഞാൻ നന്നായി പോടാ. നിന്റെ സ്പീച്ച് ആയിട്ട് ഞാൻ തന്നെ നന്നായി പോടാ. ഞാൻ അടിയറ വെച്ച് ഞാൻ അടിക്കില്ല. ഞാൻ ഗ്യാങ് വാർക്ക് ഞങ്ങളെക്കാളും വിഷമമുള്ള ഒരാളെ കാണണേ. അണ്ണ ഞാൻ വന്ന കണ്ണ് അണ്ണ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുവാണ് ഇവിടെ. എന്നെ കണ്ട് പറയച്ചേ സത്യം ഞങ്ങളെക്കാളും വിഷമ സാഹചര്യത്തിലാണ് നിങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഓരോ അവസ്ഥയായിരിക്കും. നിങ്ങൾ ചിലപ്പോ അത് അവസ്ഥ കഴിഞ്ഞ് മാറി നിങ്ങൾ വേണം. നമുക്കത് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് പോണേന് നമ്മളത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നിങ്ങൾക്കൊരു അവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ നമുക്കത് മനസ്സിലാവും. കാരണം നമുക്ക് അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. കീരിയോട് ഇപ്പോഴും ഞാൻ പറയണു, കീരി ഈ ഒരു കാര്യത്തിൽ നീ ഇത്ര അഗ്രസീവ് ആയിട്ട് കാണുന്ന പറയുമ്പോഴത്തേ ഞാൻ കീരിയെ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു. കീരി ഇപ്പൊ സിറ്റിയിലെന്ന് പറഞ്ഞ കീരി ഗ്യാങ്ങിന്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും തന്നെ
അവനിപ്പോ ഒരു കുടുംബമൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കണ കൂട്ടത്തില. അപ്പോ കുടുംബത്തിന്റെ സമാധാനം കെടുത്താൻ ഒരാൾ വരുമ്പോ നമ്മുടെ കുടുംബത്തിലെ അംഗം ആയതുകൊണ്ട് അവന്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെ കുടുംബം കൂടിയല്ലേ. അപ്പൊ നമുക്കത് ചോദിച്ചില്ല പറ്റുള്ളൂ. അതെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കീരി ഇത്ര ആത്മാർത്ഥത ഉള്ള ഒരാളായിരുന്നു നമ്മൾ ചോദിച്ചു കഴിഞ്ഞാ എനിക്കൊരാളുണ്ടെന്ന് ആരെങ്കിലും പറയുന്നു. എന്നെ വിളിച്ചു, ഞാൻ വേണമെന്ന് കഴിഞ്ഞാ ഇന്ന് ചോദിച്ചോ, കൊച്ചിനെ വിളിച്ചു നിർത്തി ഒന്ന് ചോദിച്ചു നോക്കൂ. അതൊക്കെ അവന്റെ ഇഷ്ടമല്ലേ ബ്രോ? നമ്മളങ്ങനെ ഒഫീഷ്യലി അങ്ങനെ പറഞ്ഞു ഒഫീഷ്യലി ഓർ അൺഒഫീഷ്യലി ഈ ആ കാര്യത്തിൽ നിനക്ക് ഒരു രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടോ? അതായത് നിന്റെ സ്വന്തം ആളാണ്, അത് ഏത് പാതിരാത്രി ചോദിച്ചാലും മാറ്റി പറയും. നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ കൊണ്ടുവന്നെങ്കിൽ എന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയിട്ട് അല്ലടേ എടാ കീരി, അതറിയോ പ്രപ്പോസലാണോ? നീ അതൊക്കെ അവളങ്ങനെയാണോ പറഞ്ഞത്? കീരി സത്യസന്ധമായിട്ട് പറയാലോ, പ്രപ്പോസൽ ഒന്നുമല്ല, ഹോസ്റ്റേജ് ആയിട്ട് പോയി ഇരുന്നിരുന്നു. ആള് വർത്താനം പറഞ്ഞോടിക്ക് ഒന്നും രണ്ടും നമ്മളങ്ങോട്ട് ക്രിഞ്ചായിരുന്നു. സത്യസന്ധമായി ക്രിഞ്ച്, അല്ലാതെ വേറൊന്നും സമയത്ത് ചെയ്യാൻ പറ്റുന്നുള്ളു. പീടിയും മഞ്ഞില്ല, ഒന്നും മഞ്ഞില്ല. എന്തേലും നേരം പോണ്ടേ? എത്ര നേരം തന്നെ തോക്കും പിടിച്ചോണ്ടിരിക്കണേ. ബ്രോ സോറി സോറി നമ്മളെ മിസ്റ്റേക്ക് ആണ്. അവരുടെ കൂടെ മെന്റൽ സപ്പോർട്ട് വേണോ? പ്രോബ്ലംസ് എല്ലാം സോൾവ് ആക്കി നിങ്ങളെല്ലാം വിട്ടോ. ഞാനില്ല നിങ്ങളെല്ലാം വിട്ടോ. ജയവരോടെ പോളിഷ് ചെയ്ത് വെക്കണേ, ആരും നോക്കണേ. പേരെന്തോ പേര്? ഡിമിത്രി ബ്രോ ആയിരുന്നു. ഇത് ചന്ദ്ര എന്താ ഇവിടെ സംഭവിച്ചത്? ഞാനങ്ങ് തൊലഞ്ഞു പോയണ്ട. ഞാനങ്ങ് ഗണ്ടൊക്കെ കൊടുത്തവന്മാർക്ക് ഞാൻ പറയാ കൂടെ കയറാൻ പോണെ. നിങ്ങൾ മാനസാന്തരപ്പെട്ട ഇത്ര നേരം എങ്ങനെയല്ലേ പറഞ്ഞോണ്ടിരുന്നത്? എടാ അത് ഞാൻ മാത്രമാണ്, ഇപ്പൊ എന്റെ കുറ്റമായാ? ആ വാസന വിളിയുണ്ടല്ലോ, ആ വിളിയിൽ നിങ്ങൾ ഞാൻ മില്ലാൻഡ് കണ്ടുകൂടാ. ഇല്ലടാ നമുക്ക് മറ്റവരെ സംസാരിക്കണം. കൺവിൻസ് ചെയ്തെന്ന് നിങ്ങളെല്ലാരും പോയിട്ടോ എല്ലാരും ചില്ലറിട്ടിരിക്കുക. എന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടാ. 3333. ഞാനാണ് നിങ്ങളുടെ ലീഡർ. കിട്ടി എങ്ങനെ ഇവിടെ നിറകണ്ടിരിക്കുന്നുണ്ട് അവസാന. അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിട്ടെങ്കിലും പോ. എതിരുള്ളവന്റെ മനസ്സറിഞ്ഞിട്ടാണ് പ്രശ്നമുള്ള. ടൈം സ്ലോട്ട് ഉണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ലിക്ക് നോക്കിയാലോ? നമുക്ക് ഗ്യാങ്സ്റ്റർ സംസാരിക്കാം. വാ കഴിക്കാനാ നിങ്ങളൊക്കെ കഴിക്കാനാ ഇന്ന് വീട്ടിൽ കഴിക്കാൻ എന്താ? നമ്മൾ ബിരിയാണി നമ്മളെല്ലാം ഓർഡർ ആക്കണം. ഒന്നും ചെയ്യണ്ട. ഞങ്ങളാണ് കുക്കിംഗ്. അടുക്കള മാത്രം കാണിച്ചു. അടുക്കള അങ്ങനല്ല, ഗസ്റ്റ് വന്നൊക്കെ നമുക്കും എന്തെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യണം. അതാണ് ഒരു പ്രശ്നം കേട്ടാ. പറഞ്ഞോ. ഈ അടുക്കള നിന്നിട്ടേ ആ വലിയ ചെമ്പിരുന്ന് കഴിയുന്നത് അവന് സവാള എരിച്ചിട്ട് ഒരു വിഷം പോലെ തീർക്കൂലേ? കേറിക്കൂടെ? അല്ല ഓ നമുക്ക് മാസം അങ്ങോട്ടല്ല. ഓക്കെ ഓക്കെ.
ഏത് വേണം ചെടുത്തോ. അതെ എന്തൊക്കെയാണ് വേണ്ടത് കഴിക്കാൻ? വെള്ളം, ജ്യൂസ് മെഞ്ഞാണെന്റെ പെണ്ണുപിണ്ടെ കമാരൻ കുടിക്കാൻ എന്തേലും വേണോ? കുടിക്കാൻ ഇല്ലല്ലോ, ഒന്നും വേണം നമുക്ക് അകത്തിരി അകത്തില്ല വാസുബ്രോ, വീട് പണിഞ്ഞോണ്ടിരിക്കുകയാണല്ലേ. അയ്യോ, അകത്ത് കയറാൻ പറ്റില്ല. നമുക്ക് സ്വിമ്മിംഗ് പൂളിന്റെ ജില്ലായിട്ട് നിക്കാം അവിടെ. എല്ലാരും സ്വിമ്മിംഗ് പൂളിന്റെ ഇത് ഐ ഹാവ് നോ എനിമീസിന്റെ പ്യുവർ ഡെഫിനിഷൻ അല്ലേ അണ്ണാ? എന്താടാ ഐ ഹാവ് നോ എനിമീസിന്റെ പ്യുവർ ഡെഫിനിഷൻ. നമ്മളെല്ലാരും ഒന്നില്ലേലും മനുഷ്യന്മാരല്ലേ ബ്രോ? അതെ എതിരെ നിൽക്കുന്നതിന്റെ മനസ്സറിഞ്ഞാൽ എല്ലാരും വാസുബ്രോ ഒന്നില്ലേലും സംസാരിച്ചു മൂടാക്കാനായിട്ട് ഞാൻ പണ്ട് ലാലേട്ടന്റെ കൂടെയാണ്. നമ്മളല്ലേ പറയണ ചന്ദ്ര. ചന്ദ്ര എല്ലാവർക്കും കൊടുത്തേരെ. അതിഥികൾ നമുക്ക് അതെ, നിങ്ങളാണ് ഗസ്റ്റ്. ബ്ലോക്ക് ചെയ്തിട്ട് ജിൽ എല്ലാമായിട്ട് ഇരിക്കാം നമുക്ക്. സത്യം പറഞ്ഞ ഇന്നലെ നമ്മള് അടിയുണ്ടാക്കാൻ പോയ ഗ്യാങ്സിന്റെ അടുത്തേക്ക് ഇതുപോലെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്തോരം അടികൾ ഒഴിവാക്കായിരുന്നല്ലേ. നമ്മളാ മുട്ടയുള്ള ആ ചേട്ടനെ കൊണ്ടുപോകാം, പുള്ളിനെ കൊണ്ടുപോകാം. ഇവിടെ പോകുമ്പോഴത്തേക്കും പുള്ളി നമ്മുടെ കൂടെ നമ്മളെ വണ്ടി കയറ്റി. പുള്ളിയുടെ മനസ്സിൽ എത്ര വിഷമമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി വിഷമുണ്ടെങ്കിൽ വിഷമല്ല. നമുക്കിത് ഇതേപോലെ ഞാൻ ഇതിനു മുമ്പ് വേറെ സ്ഥലത്തൊക്കെ ഒരു സെക്കൻഡ് ഫോട്ടോ എടുക്കാനാണോ? അല്ലല്ല പറയല്ല. ദിമിട്രി നിന്റെ മാസ്ക് കൂട് എല്ലാരും ഇത് നിന്റെ മുഖം കാണട്ടെ. ഓ ആ ഗ്ലാസ് ഓ ഏതാ ലുക്കൻ തന്നെ. അല്ല ഇതേപോലെ കുടുംബക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കാന്ന് പറഞ്ഞത് ഒരു കഷ്ടപ്പാടാണ്. മെയിൻറ്റെയിൻ എന്റെ പൊന്നുതാ എന്റെ വരെ കരയിപ്പിക്കലടാ. ക്ഷമിക്കാനും മനസ്സിലാക്കാനുള്ള മനസ്സ്. പക്ഷെ നമ്മള് തല്ലുണ്ടാക്കാനായിട്ട് മോശമൊന്നുമല്ല, ആരും മോശമല്ല. നമ്മളൊരു ന്യായമുള്ള കാര്യത്തിനാണെങ്കിൽ നമ്മൾ ഇറങ്ങും. അതിപ്പോ അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് 10 എണ്ണം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ 10 എണ്ണം കൊടുത്തിട്ടേ നമ്മൾ പോരുള്ളൂ. ചിലപ്പോ 100 എണ്ണം നമുക്ക് കിട്ടും. പക്ഷെ നമ്മള് അങ്ങനെ ദൈവം ഒന്നല്ലല്ലോ. കല്യാണത്തിപ്പോ ഇവിടെ പൊങ്ങി വന്നിട്ട് കുഞ്ഞിന്റെ കാര്യം വളാന്ന് പറഞ്ഞ പൊങ്ങി പറഞ്ഞല്ലേ. ചിലപ്പോ എന്നെ സ്വർഗാരോപണം ചെയ്തേക്കാം. അവരോട് പറഞ്ഞേക്കാം. ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് എന്നോട് റേഡിയോയില് ഞാൻ എന്തൊക്കെയാ പറഞ്ഞല്ലേ. സത്യാടാ, നമ്മൾ ഒരാളിന് നേരിട്ട് നല്ല രീതിക്ക് സംസാരിക്കണം. എല്ലാം ആൾക്കാരെ കാണാൻ കിടക്കുന്നല്ലേ രസം. തീർന്നു വാസു വിചാരിച്ചേ. വാസു ഇനി കാണാൻ പോകുന്നതല്ലേ കാര്യങ്ങള്. നിങ്ങളുടെ കുടുംബത്തിൽ ഇതിനു മുന്നേ ഇതുപോലെ വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് അതറിയാം. ഞങ്ങൾ ഇത്രയും നാള് കണ്ടതിൽ വെച്ചിട്ട് ഒരാളുടെ ചെവിയിൽ വന്നിരുന്ന് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കഥകളൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് ഈ ചെവിയിൽ വന്നിരിക്കുന്ന എങ്ങനെയാന്നറിയോ? പറയണോണ്ടൊന്നും തോന്നരുത്. ഈ ഈച്ചയുണ്ട്, മണിയനീച്ച. അത് ഈ വേസ്റ്റിൽ വന്നിരിക്കുന്ന ഈച്ചകളാണ്. ഹ്യൂമൻ വേസ്റ്റ്. ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറയണ്ട വിചാരിച്ചിരുന്നാണ്. ആ ഈച്ചക്ക് പോലും ഉള്ള മാന്യത ഇല്ലാത്തവന്മാരുണ്ട്. പറയുമ്പോ എല്ലാം
പറയാതിരിക്കാൻ പറ്റിയതൊക്കെ എത്രയും പറഞ്ഞ മനസ്സിലാക്കി കഴിഞ്ഞാൽ തലയിലെ ബുദ്ധിയില്ല പിന്നെ കേടത്തില്ല അതാണ് സാറല്ലേടാ നീ പറഞ്ഞേ അങ്ങനെ നാളത്തേക്ക് വർക്കായല്ലോ. ഇനിയിപ്പോ അവരെ കൺവിൻസ് ചെയ്യണ്ടേ? അതെ. പുതിയ കഥ അതെ, പറയണ്ടേ? ഇനിയിപ്പോ നാളെ മലയാളം അറിയത്തില്ലടാ, എന്നിട്ട് അവൻ ട്രൈ ചെയ്യണില്ലടാ. ഞാൻ തന്നെ പറഞ്ഞോണ്ടിരുന്ന ബോറടിക്കുന്നു. നിങ്ങൾ പറ നിങ്ങളുടെ കഥകൾ. അതെ നിങ്ങൾ നമ്മുടെ കഥകൾ നമ്മുടെ മനസ്സ് കുറച്ച് ദിവസം കല്ലായിരുന്നു എല്ലാ ദിവസം. നമ്മള് വേടാ നമുക്ക് കുറച്ച് അവന്മാർ നമ്മളങ്ങ് മൂഞ്ചിക്കാൻ നോക്കി, മനസ്സിലായില്ലേ? അതെ, കുറച്ച് നാളായിട്ട് നമ്മളെ ഇട്ടങ്ങ് വട്ടത്തിൽ കറക്കുമായിരുന്നു. അപ്പൊ നമുക്ക് എല്ലായിടത്തും നമുക്കങ്ങ് ദേഷ്യം. നമുക്ക് എല്ലായിടത്തും അതാ അവസ്ഥ. ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ വിടാണ്ടായി, മനസ്സിലായില്ലേ? അതെ, കൂടെ നിന്ന് ചതിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. അത് വിഷമം മാത്രം ഉണ്ടോ? നീ ഇരുന്ന് ഡിമിട്രി ഇരുന്ന് ബെസ്റ്റാണ്. അത് അങ്ങനെ ഞാൻ മുമ്പേ നിങ്ങളുടെ പറഞ്ഞില്ലേ, അതായത് ഞങ്ങളൊരു ഡൗൺ ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ സിറ്റുവേഷൻ നമ്മൾ വേണ്ടാന്ന് വെച്ച് വിട്ടായിരുന്നു. ഇപ്പൊ കുറെ ദിവസമായിട്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഈ ഇപ്പൊ ചന്ദ്രനാണേലും പറഞ്ഞ പോലെ നമ്മൾ ഈ റീസെന്റ് നമ്മളെ ഇങ്ങനെ കുറെ അമ്മമാരെടുത്ത് വെച്ചിട്ട് അങ്ങ് അപരാധിച്ച്, മനസ്സിലായി. അപ്പൊ ചെറിയ കാര്യം വരുമ്പോ പോലും നമ്മളിപ്പോ എല്ലായിടത്തും ഭയങ്കരമായിട്ട് ട്രിഗറായും അങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അറിയാതെ ചെയ്യണമല്ലോ, ഇന്റൻഷനലി നമ്മൾ അങ്ങനെ തന്നെ നിൽക്കണതാ. കാരണം കുറെ പേരുടെ അടുത്ത് നമ്മളിങ്ങനെ താന്ന് നിന്നും ഒന്നും ആരോടും ചോദിക്കാൻ പോലും പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക്. ഒരു 1.5-2 മാസം ഞങ്ങൾ അങ്ങനെ നിന്നതാ. അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യം വരുമ്പോഴും നമ്മൾ ട്രിഗേർഡായിട്ടും ഇതായിട്ട് സംസാരിക്കുന്നത് കൂട്ടത്തിൽ ഇരിക്കുന്ന പിള്ളേർക്കെങ്കിലും ആ വിശ്വാസം ഉണ്ടാവണം. കാരണം അമ്മമാർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ചോദിക്കാനുണ്ടാവും എന്നൊരു വിശ്വാസം അവരിൽ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന എല്ലാവരുടെ അടുത്തും. അല്ല നിങ്ങളെ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും പറഞ്ഞ എത്ര കാര്യമുള്ളൂ. കാരണം കീരി നമ്മുടെ അടുത്ത് അങ്ങനെ ഇതുവരെ ഒരു സിറ്റുവേഷൻ പോലും ഞങ്ങൾക്ക് വള്ളിയോ അങ്ങനെ എടുത്തോണ്ട് വരുന്ന ഒരാളെ അല്ല കീരി. അവന് പെട്ടെന്ന് അത്രയും വിഷമമായെന്ന് പറഞ്ഞപ്പം നമുക്ക് അത്ര അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുക എന്നുള്ള രീതിയിലല്ല വന്നത്. ഞാൻ ഇത് വരുന്നതിന് മുമ്പ് ഇവന്മാരോട് പറഞ്ഞ് അവന് വിഷമമായിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറയാ, ഇതാക്കുക, കഴിഞ്ഞു. അല്ലാതെ നമുക്ക് നിങ്ങളെ അടിക്കണം എന്നുള്ളൊരു ഇന്റൻഷനിലല്ല വന്നത്. ഞങ്ങളോട് ഇപ്പൊ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കും കോ ലീഡർ എന്നുള്ള രീതിയിൽ ചന്ദ്രനും ഞങ്ങൾക്ക് 2 പേർക്കും ഒരിടത്തും ഞങ്ങളുടെ മെമ്പേഴ്സിന് ഒരു ട്രസ്റ്റ് ഉണ്ട്. അതായത് ഞങ്ങൾ ചോദിക്കാൻ ചെല്ലും അല്ലെങ്കിൽ ഇതാക്കാൻ ചെല്ലും എന്നൊരു ട്രസ്റ്റ് അവർക്കുണ്ട്. അത് ബ്രേക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ബ്രോ പറഞ്ഞില്ല ചെറിയൊരു കാര്യമാണെന്ന് തോന്നിയിട്ടും ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് കൂട്ടി ഇവിടെ വരെ വന്നത് എന്തിനാണെന്ന്. അത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി മുന്നോട്ടെങ്കിലും അവന്മാര് നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസം അവന്മാർക്ക് വരണമല്ലോ. പിന്നെ ജെനുവിൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിൽക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ കെട്ടി വെച്ചതാണെന്നുണ്ടെങ്കിലും അത് വലിച്ചു പോകും. അല്ല ഞാൻ പറയണെന്ന് ഇത് നിർത്താണ്, ഞാൻ പോയിട്ട് പുസ്തകം പോണ്. അല്ലല്ല അങ്ങനെയല്ല പോയവരെന്നും നമ്മളെ ചതിച്ചിട്ട് പോയവരെന്നല്ല നമ്മൾ പറഞ്ഞത്. സാഹചര്യങ്ങളും പല കാര്യങ്ങളും കൊണ്ട് പോയപ്പോ ഗ്യാങ്ങിന് പറ്റിയൊരു അവസ്ഥ മാത്രമാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായത്. നമ്മളെ ആരും അങ്ങനെ ലൈക്ക് ചതിച്ചു പോയിട്ടില്ല. നമ്മളെ ആരും നമ്മൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് മാറേണ്ട സിറ്റുവേഷൻസ് ആണ് വന്നത്. അപ്പൊ നമുക്ക് ഒരു ഗ്യാങ് എന്നുള്ള നിലയിൽ നമ്മൾ ഭയങ്കര താഴോട്ട് വന്നു, മനസ്സിലായ. ഗ്യാങ് എന്നുള്ള നിലയിൽ അതാണ് ഞാൻ പറയണത്. ഇപ്പൊ നമുക്ക് വിളിച്ചോണ്ട് പോവാൻ അന്നേരം നമ്മള് അതായത് അത്രയും കിടിലായിട്ട് നമ്മള് സിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അങ്ങനത്തെ സിറ്റുവേഷൻ, ബാഡ് സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായത്, മനസ്സിലായില്ല. അന്നേരം അത്രയും നാൾ നോക്കിയിരുന്നവരെല്ലാം അന്ന് തല നോക്കി, മനസ്സിലായില്ലേ. അപ്പൊ അമ്മാര് ചൊറിയലും ബഹളവും നമ്മള് കുറവല്ലേ ആൾക്കാര്. അന്നേരം എല്ലാവർക്കും നല്ല രീതിയിൽ സിറ്റി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. വെറുതെ പോകുമ്പോഴത്തേക്ക് അടിക്കുക, വണ്ടിയിൽ അടിക്കുക. എന്നിട്ട് അപ്പൊ ബാക്കി നമ്മൾ ഇച്ചിരി നന്നായിട്ട് വന്നപ്പോഴത്തേക്ക് ആ കണക്കിളൊക്കെ നമ്മൾ ഒരു സൈഡിൽ തീർത്തോണ്ട് വരുമായിരുന്നു, മനസ്സിലായി. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ദിവസം കല്ലാണ് മനസ്സ്, എന്തേലൊക്കെ എവിടെ കേട്ടാലും നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതിന് മൈൻഡ് ആയിരുന്നു. നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, നമുക്കെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കച്ചറയാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണം. ഒരു ന്യായമായൊരു കാരണം ഒന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ഇപ്പൊ നമ്മളെ കുടുംബത്തെ കയറി വിളിക്കോ അല്ലെങ്കിൽ അപരാധം പറയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ചോദിക്കും. പക്ഷെ
അതില് എന്താ കാര്യം എന്ന് ചോദിക്കും. നമ്മുടെ വശത്തുനിന്ന് എന്താ ചെയ്തത്, അല്ലെ അവരുടെ വശത്തുനിന്ന് അത് എങ്ങനെയാ പോയത് എന്നുള്ളത് എനിക്ക് സൗകര്യമില്ല. നമ്മള് ചോദിക്കുള്ളൂ. അല്ലാണ്ട് പിന്നെ ആ വണ്ടി മുട്ടി കണ്ടു ഇഷ്ടപ്പെട്ടില്ല, അവൻ ഇനി എവിടെ വെച്ച് കണ്ടാലും അതൊന്നും നമുക്ക് പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനത്തെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തരം താന്നു. കൊള്ളാല്ല പയ്യൻ. സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. മറ്റേ കല്ലുമാത്തം വന്നില്ലേ, കല്ലുമാത്തം. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവന് കേറാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവന് കേറാൻ പറ്റാത്ത. അതുകൊണ്ടായിരിക്കും. മനസ്സിലാവും. നമ്മളും വെറുതെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ കേറണ്ട. ബാക്ക് സ്റ്റാബ് ആയിരിക്കും ചിലപ്പോ. ഞാനിപ്പോ കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാ സീരിയസ് ഗേൾഫ്രണ്ടിന്റെ അടുത്ത് പോയെന്ന്. ഞങ്ങള് അവന് വേണ്ടി ഞങ്ങൾ ചോദിക്കാൻ വന്നത് സത്യം പറഞ്ഞ ഗീരിയോടൊന്ന് ചോദിച്ചേര്. ആ ഹോസ്റ്റേജ് എന്ന സമയത്തെ കൊച്ചു പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എന്നെ എപ്പോ വേണമെങ്കിലും വിളിച്ചോ. അതെന്നെ പറച്ചില്ല. അത് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയോ? വാസു പറയോ? എന്താണ് അങ്ങനെ പറഞ്ഞത്? എന്താണ് അങ്ങനെ പറഞ്ഞ കുഴപ്പമെന്ന് വേറൊന്നുമല്ല, അത് ബാക്കി കുത്തും. അത് ഉറപ്പായിട്ടും കുത്താണല്ലേ. അത് നമ്മള് നോക്കിക്കോളാം. പറയാവോ? നമ്മുടെ വിശ്വാസം ഒന്നാളാ നമുക്ക് പോകണ്ട. അപ്പൊ എന്തായാലും സന്തോഷം. സംസാരിച്ചതിൽ എല്ലാത്തിലും സന്തോഷം. സംസാരിച്ചു, കാര്യങ്ങളൊക്കെ കണ്ടു, പരിചയപ്പെട്ടു. നിങ്ങൾ എന്തായാലും വീട് ഇനാഗ്രേഷനിൽ നമ്മളെ വിളിക്കണം കേട്ടോ. നമ്മള് വരും ഫാമിലി ആയിട്ട്.